അവൻ വീട്ടിൽ നിന്ന് ഓടിക്കും. എല്ലാവർക്കും ഒരു മിനിറ്റ് അങ്ങനെ നെറ്റിപ്പെട്ട മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കിഷ്ടപ്പെട്ട താരങ്ങളുടെ വസ്ത്രധാരണ രീതികൾ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രം, അതിൻ്റെ കളർ, ഫാബ്രിക്, ടെക്സ്ചർ എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഇതുപോലെ അവരെ സ്റ്റൈൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവർ അധികം വെളിച്ചത്തേക്ക് വരാറില്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇതുപോലെ താരങ്ങളുടെ അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി സ്റ്റൈൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ദ വൺ ആൻഡ് ഓൺലി സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ലാമിയ CK, ദ ഫൗണ്ടർ ഓഫ് ലാംസ് ഒഫീഷ്യൻ. വെൽക്കം ടു ദ ഷോ മാം. താങ്ക് യു. ഓക്കെ, ലാമിയ CK എന്ന വ്യക്തിയിൽ നിന്നും സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ലാമിയ, എന്തായിരുന്നു ഈ ഒരു ചേഞ്ച്? എങ്ങനെയായിരുന്നു മാമിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പഠിച്ചത് മാത്സ് ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലൊരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ട് എനിക്കിങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്ക് വരുന്നതും. അവിടുന്ന് 2019 തോന്നുന്നു ഞാൻ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ അത് ആക്ച്വലി ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ പറയൂലേ, പകുതി നമ്മൾ പകുതി നാം പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ആ ഒരു എഫേർട്ട് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ന് ഈ നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിയേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സോ ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ഒരു ഡ്രീം ജോബ് ഇങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ ഒരു ഫ്യൂച്ചർ ഞാനൊരു ഫാഷൻ ഡിസൈനർ ആവും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആവും, അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല, ബട്ട് ലൈഫിൽ എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലും ഒരു നല്ലൊരു പൊസിഷനിൽ എത്തണം എന്ന് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. മാത്സ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എത്തുമെന്നൊന്നും നമ്മൾ പ്ലാൻഡ് അല്ലല്ലോ. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കുറേ എയിംസ് ആയിരിക്കും. അപ്പോൾ മാത്സ് പഠിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ഹയർ സ്റ്റഡീസ് പഠിക്കാനായിരുന്നു ഫാമിലി എന്ന് പറഞ്ഞത്. ബട്ട് എനിക്ക് അതൊരു തുടർന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഠിച്ചു, ഫാഷൻ ഡിസൈനിങ് പഠിച്ചു, ഇങ്ങനെ എത്തി. ഈ ഒരു കരിയറിലേക്ക് വന്നിട്ട് എത്ര ഇയേഴ്സ് ആയിട്ടുണ്ടായിരിക്കും? ഓൾമോസ്റ്റ് ഇപ്പോൾ 2019 എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഷൂട്ട് ഞാൻ നടത്തുന്നത്. അവിടുന്ന് ഇപ്പോൾ ഒരു 6 years ആയിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ചെയ്ത സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആരായിരുന്നു, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചെയ്ത സെലിബ്രിറ്റി എന്ന് പറയുമ്പം എടുത്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി ചെറിയ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഫെയിം ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനിയാണെന്ന് തോന്നുന്നു. ഇനിയ അന്ന് 2020 ആ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെയാണ് ഇനിയാനെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. ഇന്നും എനിക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ഒരാൾ തന്നെയാണ് ഇനിയ ഇന്നും. സോ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് നിന്നൊരു സെലിബ്രിറ്റി ആരായിരിക്കും? അങ്ങനെയല്ല, ഞാൻ കംഫർട്ട് ഉള്ളവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. കംഫർട്ട് ഇല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യില്ല. ഇപ്പം മാമിൻ്റെ പ്രൊഫൈലിൽ കൂടെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ മേനക മാം, ഉർവശി മാം, അങ്ങനെ കുറച്ച് നല്ല സെലിബ്രിറ്റീസിൻ്റെ കൂട്ടത്തിൽ കണ്ടു. സോ അവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി അടിപൊളിയാണ്. കാരണം നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞാൽ അവർ കുട്ടികളെ പോലെ ആവുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര. ഇപ്പം അംബിക മാമിൻ്റെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് ലൊക്കേഷനിൽ എന്നെയും കാട്ടിയും ഇത് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ലാമിയ റീൽസ് എടുക്കാം അങ്ങനെ പറഞ്ഞ് ആ ഒരു സെറ്റ് മൊത്തം ഞങ്ങളുടെ റീൽസ് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം ഞങ്ങൾ റീൽസ് എടുക്കുമ്പോൾ എല്ലാവരും പറയും അവർ റീൽസ് ചെയ്യുക, ലാമിയ വന്ന് അംബികാമ്മേനെ റീൽസ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ ഒരുപാട് റീൽസ് ആ ലൊക്കേഷനിൽ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഭയങ്കര ആക്റ്റീവാണ് അംബികാമ്മ. ഇന്ന് മോർണിംഗ് കൂടി എനിക്ക് മെസ്സേജ് അയച്ചു എവിടെയാ എന്താന്നൊക്കെ ചോദിച്ചു. നമുക്ക് അന്വേഷിക്കാം നമ്മൾ എന്താണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ. ഭയങ്കര കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ആസ് എ വുമൺ എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, കുറേ പ്രതിസന്ധികളൊക്കെ ഡെഫിനറ്റ്ലി നേരിടും. കാരണം ഇത് അങ്ങനെ കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡ് അല്ല ആക്ച്വലി. എന്നാലും കൂടുതൽ ഒരു പാട്രിയോട്ടിക്കൽ സൈഡ് ആയിരിക്കും കൂടുതൽ വരുന്നത് നമ്മൾ. സോ ആസ് എ വുമൺ എന്ന രീതിയിൽ മാം അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ വലിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. വലിയ കുഴപ്പമില്ല. നമ്മൾ നിൽക്കേണ്ട പോലെ നിന്നാൽ എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ദെൻ മാമിൻ്റെ ലൈഫിൽ റോൾ മോഡലാക്കി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇൻ ദ സെൻസ് ഫാഷൻ ഇൻഡസ്ട്രി പ്ലസ് ലൈഫ്. ഇപ്പം ലൈഫിൽ നമുക്കൊരു റോൾ മോഡൽ കാണുമല്ലോ, അതുപോലെ അങ്ങനെ റോൾ മോഡൽ. പിന്നെ ഫാഷനെയൊക്കെ ഇന്നൊരാൾ, ഇപ്പോൾ മഹേഷ് മൽഹോത്ര എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മളൊരു ഫാഷൻ ഐക്കൺ, സ്റ്റൈലിസ്റ്റ് നമ്മളൊരു ഇതിൽ കാണുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു റോൾ മോഡൽസ് ഉണ്ടായിരുന്നോ? എനിക്ക് റോൾ മോഡൽസ് അങ്ങനെയില്ല, ബട്ട് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ലൈഫിൽ. അതെനിക്ക് തോന്നണു ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വുമൻസും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ നയൻതാര എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആളെ എവിടെ നിന്നാണ് കയറി വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവരും കണ്ടതാണ്. കുറേ സിറ്റുവേഷൻസ് ആൾക്ക് ബാഡായിട്ടുണ്ടായിട്ടുണ്ട്, ബട്ട് ആൾ അതിൽ നിന്നൊക്കെ
ഭയങ്കര അടിപൊളിയായിട്ട് ഇപ്പോൾ കയറി വന്നു. ഇപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നു ഓൾ വേൾഡിൽ ഇപ്പോൾ ആൾ അത്യാവശ്യം നല്ല ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അതൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഏതൊരു ലേഡി ആണെങ്കിലും സ്വന്തമായിട്ട് ഒരു പൊസിഷനിൽ എത്തുന്ന എല്ലാവരും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് സോ ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം അവർ പ്രിഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും സ്റ്റൈലിംഗ് വരുന്നത്, അതോ മാം അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാം ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും എങ്ങനത്തെ വേണം. നമ്മൾ നമ്മുടെ ഐഡിയാസും കൺസെപ്റ്റ്സ് ഒക്കെ പറയും. അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരും പറയും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ നമ്മൾ അവരായിട്ട് കംപ്ലീറ്റ് ഡിസ്കഷൻ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ ഔട്ട്ലുക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. കൂടുതലും നമ്മൾ ചെയ്യുന്നത് മാതൃഭൂമിയുടെ കവർ പേജസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി തീമും കാര്യങ്ങളൊക്കെ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് സെലിബ്രിറ്റീസിനോടും അവരോടും ഇൻഫോം ചെയ്യും. എന്നിട്ട് അവർക്കും കൂടി ഓക്കെ ആയി കൺവീനിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ ഷൂട്ടും പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു ഷൂട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ കാണുമ്പോൾ ആ ഒരു ഫോട്ടോയെ കാണുന്നുള്ളൂ, ബട്ട് അതിൻ്റെ ബാക്കിൽ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൈലിസ്റ്റ് മാത്രമല്ല, മേക്കപ്പ് ടീമും ഉണ്ട്, ഫോട്ടോഗ്രാഫി ടെക്നിക്കൽ ടീംസ് എല്ലാവരും നല്ല ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഒരു ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് ഓരോ ഷൂട്ടിനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടായിരിക്കും വരുന്നതെന്ന്. ബട്ട് ചില സെലിബ്രിറ്റീസ് മേ ബി അവർക്കൊരു ഐഡിയ കാണും, ഓക്കെ ഇന്നതാണ് എൻ്റെ ഡ്രസ്സ് വേണ്ടത്. ബട്ട് മാമിന് അറിയാം അത് ഈ ഒരു പർട്ടിക്കുലർ ഇതിനു വേണ്ടി ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു സംഭവത്തിന് ചേരില്ല എന്നുള്ളൊരു, അപ്പൊ അത് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും നെഗറ്റീവായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പറയുമ്പോൾ അവരെ നമ്മൾ അക്സെപ്റ്റഡ് ആണ്, അങ്ങനെയുള്ളവരാണല്ലോ നമ്മൾ സ്റ്റൈലിസ്റ്റിനെ ചൂസ് ചെയ്യുക. അപ്പൊ അവർക്ക് നമ്മൾ നമ്മുടെ ഐഡിയാസും അവരുടെ ഐഡിയാസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ മൊത്തമായിട്ട് നമ്മുടെ ഒരു കാര്യമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കാര്യം കൊണ്ടുവരുന്നത്. അവരുടെയും കൂടിയും ഇഷ്ടത്തോടെ കൂടി തന്നെയാണ്. ഓക്കെ, അപ്പൊ മാം കറന്റ് ആരെങ്കിലും പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് അങ്ങനെ ഉണ്ടോ നമ്മുടെ ഏതെങ്കിലും സെലിബ്രിറ്റി? അതെ, ഞാൻ വർക്ക് ചെയ്യുന്നവരെല്ലാവരും പിന്നീട് കോണ്ടാക്ട് ചെയ്ത് പേഴ്സണൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ കൂടുതൽ പേഴ്സണൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം മാമിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ നേരത്തോളം സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിലും കൂടെ കണ്ടു. സോ ആ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് പോയത്? ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ സ്കൂളുകൾ ക്ലാസ് എടുക്കാൻ ഇങ്ങനെ പുറത്തുനിന്ന് സാറുമാർ വരും, മോട്ടിവേഷണൽ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ. അപ്പോൾ ഇവരിങ്ങനെ ക്ലാസ്സസ് എടുക്കുന്നതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് എന്തോ എവിടെയോ അപ്പോൾ എനിക്കും ഇതുപോലെ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു തോട്ട് അന്നേ ഉണ്ടായിരുന്നു. ഒരു സ്പാർക്ക് നമുക്ക് വീണ് കിടക്കുമല്ലോ, നമുക്ക് കുഞ്ഞിലെ കുറച്ച് സ്പാർക്കുകൾ വീഴും. വലുതായപ്പോൾ ഞാൻ ഡിസൈനിങ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കോളേജിൽ നിന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്നു എൻ്റെ HOD ബിൻല മാം. അപ്പോൾ മാം എൻ്റെ അടുത്ത് ചോദിച്ചു, ലാമി എങ്ങനെയുണ്ട്? മാമിനെ അറിയാം ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളത് മാമിനെ അറിയാം. അപ്പോൾ എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ എടുക്കാം. അങ്ങനെ ഞാൻ പോയി ഒരു ക്ലാസ് എടുത്തു, മാമിന് ഇഷ്ടമായി. അങ്ങനെ പിന്നീട് വരുന്ന എല്ലാ ക്ലാസ്സും എന്നെ അങ്ങനെ വിളിച്ചു. പിന്നെ മാതൃഭൂമിയുടെ തന്നെ സ്റ്റുഡൻസിനൊക്കെ ഈ മോഡലിംഗ് ഫീൽഡ് അവർക്കൊക്കെ ഒരു ക്ലാസ് എടുക്കുക. അങ്ങനെ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഫീൽഡാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളത്. അപ്പം അതർ ദാൻ ഇത് എന്തായിരുന്നു മാമിന്റെ ഹോബീസ് കാര്യങ്ങളൊക്കെ പറയുന്നത്? വായിക്കും അങ്ങനത്തെ ഹോബീസ് എനിക്ക് ഒരുപാടുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതും ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. റീഡിങ് അങ്ങനെ ഭയങ്കര റീഡിംഗ് ഒന്നും ഇല്ലെങ്കിലും മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം വായന കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര പുഴുവൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ വായിക്കും. പിന്നെന്താ ഡ്രോയിങ് വരയ്ക്കും അത്യാവശ്യം. അങ്ങനെ പാട്ട് പാടില്ല. ഇല്ല, ഇത്രയും കഴിവൊക്കെ ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാട്ടൊക്കെ ചെയ്യുന്നില്ല. അപ്പൊ അഭിനയ രംഗത്തേക്ക് താല്പര്യമുണ്ടോ, നോക്കുന്നുണ്ടോ? ഇല്ല, താല്പര്യം ഉണ്ടോന്നല്ല, ആ ഫീൽഡിലേക്ക് എനിക്ക് ഇങ്ങനെ ഡിസൈനർ എന്നറിയപ്പെടാനാണ് ഇഷ്ടം. അങ്ങനത്തെ ഓഫേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ബിക്കോസ് മാം ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടല്ലേ. ഇല്ല, ഇതൊക്കെ രസല്ലേ, പറഞ്ഞോളൂ. അല്ല ഡെഫിനറ്റ്ലി, കാരണം സെലിബ്രിറ്റി സർക്കിളിൽ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അഭിനയ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഡിസൈനർ ആയിട്ട് തന്നെ നിൽക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പം ആ ഒരു ഫീൽഡ് നോക്കുന്നില്ല. ഇനി ഫ്യൂച്ചറിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി ആരായിരിക്കും? സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് നയൻതാരനെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബോളിവുഡിലേക്ക് കുറെ പേര് കുറെ ലൈൻസ് ഉണ്ടല്ലോ, അവരൊക്കെ ഓക്കെ. എന്നാലും ഒരു ഫാഷൻ ഐക്കോൺ എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു ഡിസൈനർ ഡ്രസ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി കഴിവുള്ള, നമ്മളങ്ങനെ പറയില്ലേ, ചിലവർക്കൊക്കെ അത് നമ്മൾ കൊടുക്കുന്ന മാത്രമല്ല, ചിലവർക്ക് അത് ഇട്ട് നടക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ മാം കണ്ടതിൽ സെലിബ്രിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു സാധനം ഹോൾഡ് ചെയ്യുന്ന ആരായിരിക്കും?
അങ്ങനെ എടുത്ത് അത്യാവശ്യം കുറെ പേരുണ്ട്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആരായിരിക്കും കൂടുതൽ മാം ചെയ്ത വർക്കിൽ മാം ചെയ്തു കൊടുത്ത ഡ്രസ്സിന്റെ ആ ഒരു പറഞ്ഞില്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട്. കാരണം അത്യാവശ്യം എല്ലാവരുമായിട്ട് കമ്പനിയാണ്, ഒരാളെ മാത്രമായിട്ട് എടുത്തു പറയാം. അല്ല, ഞാൻ ചെയ്തു കൊടുക്കുന്നത് ആരാണെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഡ്രസ്സ് അവരിടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു ഡ്രസ്സ് കൊണ്ടു ചെന്ന് അവരെ കൊണ്ട് ഇടിയിച്ച് കംപ്ലീറ്റ് സ്റ്റൈലിങ് കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഒരു ഹാപ്പിനെസ് എനിക്ക് എല്ലാവരിൽ നിന്നും കിട്ടാറുണ്ട്. ഏതെങ്കിലും സിറ്റുവേഷനിൽ പ്ലാൻ ചെയ്ത രീതിയിൽ അല്ലാതെ ഒരു ഔട്ട്കം വന്നിട്ടുണ്ട്, ഇട്ടപ്പോ അത് ഇങ്ങനെയായി പോയല്ലോ എന്ന രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ? അല്ല, സെലിബ്രിറ്റീസിന്റെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ചേഞ്ച് ചെയ്തിട്ട് വേറെ അപ്പൊ തന്നെ. അല്ലാത്ത എന്തെങ്കിലും വർക്ക്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ച്വലി ഞാൻ എന്റെ അസിസ്റ്റൻസിനെ നിർത്തിപ്പോയ ഒരു ഷോയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ബാഡ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഏൽപ്പിച്ചു പോയ ഒരു വർക്ക് ഞാൻ പോന്നു, അപ്പൊ അവര് അത് കുറച്ച് അലമ്പായി. പക്ഷെ ഞാനത് അറിഞ്ഞില്ല, ടി വിയിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കുറച്ച് നെക്ക് അവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവരെന്തായാലും കയറി, എന്റെ പേരാണ് അവിടെ വന്നതും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സോ വേറെ ഏതെങ്കിലും ഒരു ഡിസൈനർ ഇങ്ങനത്തെ സ്റ്റൈലിസ്റ്റ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓക്കെ ഇത് ഞാനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, തോന്നിയിട്ടില്ല. കാരണം ഓരോരുത്തരുടെയും ടാലന്റ് ആയിരിക്കുമല്ലോ അവരവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം അത് അവരുടെ കഴിവ്. ഇപ്പൊ മാം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏതൊരു രീതിയിലാണ്? ഇപ്പൊ എന്തെങ്കിലും പർട്ടിക്കുലർ സ്റ്റൈലിംഗ് ഉണ്ടോ? എനിക്ക് കൂടുതൽ വെസ്റ്റേൺസ്, ആ ഒരു പാറ്റേൺസ് ആണ് ഇഷ്ടം. അങ്ങനെ എല്ലാം ചെയ്യും. ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു വെസ്റ്റേൺ ടൈപ്പാണ് ഇഷ്ടം. ഓക്കെ, ഇപ്പൊ ചിലവരുടെ ബോഡിക്ക് വെസ്റ്റേൺ ടൈപ്പ് മാത്രമായിരിക്കും ചേരുന്നത്, അല്ലെങ്കിൽ നാടൻ ടൈപ്പ് മാത്രമായിരിക്കും ചേരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്? കാരണം പറഞ്ഞില്ല, ചിലവർക്ക് നമുക്ക് നോർമൽ നാടൻ ഡ്രസ്സ് ഇടുമ്പോൾ കിട്ടുന്നൊരു ഭംഗിയായിരിക്കില്ല വെസ്റ്റേൺ ഔട്ട്ഫെയറിലേക്ക് വരുമ്പോഴത്തേക്കും. സോ അത് മാം അത് എങ്ങനെയാണ് അത് പറഞ്ഞ് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കൺവിൻസ് ചെയ്തെടുക്കുന്നത്? അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ചില ടൈമിൽ. ബട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇടിച്ച് നമ്മൾ ഫൈനൽ ഔട്ട്ലുക്ക് ഒരു ഫോട്ടോ ഒക്കെ കാണിച്ച് കഴിയുമ്പോൾ അവർ ഓക്കെ ആവാറുണ്ട്. അങ്ങനെ ഓക്കെ ആയിട്ടവരുണ്ട് ഈ അടുത്ത് തന്നെ. നമ്മളത് ഫോട്ടോസ് ഒക്കെ കാണിച്ച് കഴിയുമ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും. ആദ്യം ഇടില്ല, എന്റെ അടുത്ത് ആദ്യം ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന ഫോണിൽ കൂടെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ടൈമിൽ ഇവർ പറയും എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഇടാം. അപ്പോൾ അവർ വേണ്ട, ആദ്യമൊക്കെ വേണ്ടാന്ന് പറയും. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാന്ന് പറയും. പക്ഷെ അത് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തവരും ഉണ്ട്. അങ്ങനെ എനിക്കറിയാം ഫോണിൽ കൂടെ വിളിച്ചാൽ നമുക്ക് മിക്കവരും അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോണിൽ കൂടെ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറയുമ്പോൾ മാക്സിമം ഫോട്ടോസ് അയക്കൂല. കാരണം കളേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും ഫോണിൽ കൂടെ കാണുന്നതും ഡയറക്റ്റ്. നമ്മൾ വെസ്റ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വെസ്റ്റേൺ വേറൊരു രീതിയിലും കൂടെ ആയിരിക്കും അത്. അപ്പോൾ കളർ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് വെക്കും. എങ്കിലും ഡയറക്റ്റ് കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതും കൂടി കാണിച്ച് അത് ഇടിച്ച് ഫൈനൽ ഔട്ട്ലുക്ക് കാണുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും. കൂടുതലും അവരുടെ ഒരു കംഫർട്ട് അനുസരിച്ചായിരിക്കും കൂടുതൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ മാമിന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ എങ്ങനെയാണ്? നമ്മൾ സെലിബ്രിറ്റി ഫ്രണ്ട്സ് സൈഡാണോ കൂടുതലുള്ളത്, അതോ പേഴ്സണൽ സർക്കിളായിട്ട് സെപ്പറേറ്റ് ഉണ്ടോ? ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ബട്ട് ഞാൻ ക്ലോസ് ആയിട്ട് വെക്കുന്ന ഭയങ്കര മിനിമൽ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഫീൽഡിൽ തന്നെ മേക്കപ്പ് ടീം എന്ന് പറയുന്ന ബ്ലൂംസ് മേക്ക് ഓവർ, ലാസി മഷൂദി, അവരൊക്കെ എൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ്. ഇവരാണ് എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നത്. പിന്നെ 1-2 ആൾക്കാർ എനിക്ക് ക്യാമ്പുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് 2 ഫ്രണ്ട്സും ഉണ്ട്. അവരൊക്കെ സപ്പോർട്ടീവ് ആണോ? ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഇവരൊക്കെ, എനിക്ക് തോന്നുന്നു നമ്മളെ കൂടുതൽ അറിയാവുന്നവരേലും എനിക്ക് പെട്ടെന്ന് ഈ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് കൂടുതൽ എനിക്ക് സപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാം ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓക്കെ, സോ അത് എങ്ങനെയാണ്? ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടാറുണ്ടോ? ഫ്രീ ടൈമിൽ നോക്കി പോവാണോ അതോ? അങ്ങനെയല്ല, എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മെന്റലി ഞാൻ ഡൗൺ ആവുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിഷമം വരുന്ന സമയമൊക്കെ കൂടുതൽ ഞാൻ ട്രാവലിംഗ് ചൂസ് ചെയ്യും. കൂടുതൽ ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് പോയി, കുറച്ച് 2-3 ക്യാമ്പുകൾ ഉണ്ടായി. അതിൽ ഞാൻ പോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഫുൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പോകുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയായിരുന്നു. എനിക്ക് ആദ്യം പേടിയായിരുന്നു ഗേൾസിന് സേഫ് ആണോ, ബട്ട് 100% സേഫ് ആയിരുന്നു. അവിടെ നിന്ന് എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടി. നല്ല ഒരു ക്യാമ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. റീസെന്റ് പോയൊരു പ്ലേസ് ഏതാണ്? റീസെന്റ് നാം ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ അവരുടെ കൂടെയാണ് പോയത്. അത് പൈതൽമല ആ ടീമിൽ അവിടെയാണ് പോയത്. നെക്സ്റ്റ് പ്ലാൻ എന്താണ്? നെക്സ്റ്റ് ട്രാവലിംഗ് അധികം നേരത്തെ പ്ലാൻ ചെയ്യില്ല. പ്ലാനിങ് ആ ഒരു ഇതിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകുന്ന അങ്ങനെയാണ്. പ്ലാനിങ് നമ്മൾ വലിയ ചെയ്ത് നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മിക്സപ്പ് ആവും. ഓക്കെ, ഇപ്പം ആക്ച്വലി ഡ്രീമിൽ എത്തിയാണോ നിൽക്കുന്നത്, അതോ ഇനിയും അച്ചീവ് ചെയ്യാൻ? ഒരിക്കലും ഇല്ല, നമ്മൾ ഇനിയുണ്ടല്ലോ ഒരുപാട് മുന്നോട്ട് പോകാൻ കുറേ ഉണ്ട്. ഇപ്പോൾ എൻ്റെ പുതിയ ഷോപ്പിൻ്റെ
കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനോഗ്രേഷൻ ചെയ്യണം അങ്ങനെ. ഓക്കെ, അപ്പൊ മാമിന്റെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്ക് പിന്നീട് കണ്ടറിഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞ് നമുക്കവിടെ ഓക്കെ ഇതിലായി. അതന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്നെ അയ്യോ മുമ്പിലിരിക്കുന്ന ഈ എന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് തരാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനത്തെ ഒരു ഇതായിരിക്കും മാം പ്രിഫർ ചെയ്യുക? ആക്ച്വലി ഇയാളെ സ്റ്റൈൽ ചെയ്യണ്ട, നല്ല സ്റ്റൈലിംഗ് ആണ്. ആക്ച്വലി ഇയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഔട്ട്ഫിറ്റ് ആണ്. വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് സെയിം യു ആർ സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. എന്നാലും സാരി നല്ല ഭംഗിയുണ്ടാവും, ഈ നല്ല ഫ്ലോയി ആയിട്ട് കോട്ടൺ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് നല്ല രസമുണ്ടാവും, ഫേസിന് മാച്ചിങ് ആയിരിക്കും. വേണ്ട പറഞ്ഞു. സാരിയൊക്കെ കൊടുക്കുമ്പോഴേക്കും ഇങ്ങനത്തെ പൊട്ടൊക്കെ ഭംഗി വരിക. അത് എൻ്റെ ഒരു സ്റ്റൈൽ ഐക്കോണാണ്. ഞാൻ എപ്പോഴും തൊടാറുണ്ട്, പൊട്ട് തൊടാറുണ്ട്. ഓക്കെ, അപ്പം മാമിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എങ്ങനത്തെ ഒരു ഡ്രസ്സിലാണ് കംഫോർട്ട്? കാരണം ഞാൻ കൂടുതലും ഇൻസ്റ്റ നോക്കിയപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഞാൻ കണ്ടത്. അതിൽ കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഇതാണ് എന്റെ കംഫോർട്ട് സോൺ. ഇതാണ് കംഫോർട്ട് സോൺ അല്ലേ? ഓക്കെ, സാരീസ് അങ്ങനെ ഈ സ്വന്തമായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടോ? അത് കുറവായിരിക്കും ആക്ച്വലി, എനിക്ക് തോന്നുന്നത്. ഒക്കേഷൻസ് ഒക്കെ വരുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ്സ് നമ്മൾ ചൂസ് ചെയ്ത് ഇടും. അമ്മച്ചി ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ, മാമിന് വേണ്ടി തന്നെ ഒരു ഡിസൈൻ സ്വന്തമായി സ്റ്റൈൽ ചെയ്ത് എടുത്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കുറവായിരിക്കും. നമ്മളിപ്പോ ഷോപ്പിങ്ങിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ്സ് കാണുമ്പോൾ നമ്മൾ അത് എടുക്കും. അങ്ങനെയാണ് കൂടുതൽ വെസ്റ്റേൺസ് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് തന്നെയാണ് ഞാൻ ഇടുന്നത്. വേറെ ഔട്ട്ഫിറ്റ്സ് അങ്ങനെ യൂസ് ചെയ്യൽ കുറവ്. കാരണം എൻ്റെ കംഫർട്ട് സോൺ ഞാൻ ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണ്. പിന്നെ എപ്പോഴും ഈ ഹിജാബ് ഇതിങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ. ഞാൻ കണ്ടു അംബിക മാമിനും ആക്ച്വലി ടർബൻ ആയിരുന്നു ഇട്ട് കൊടുത്ത്. ഞാൻ ടർബൻ ഇട്ടിട്ട് പോകുമ്പോ അവര് ഇഷ്ടപ്പെടും. ഇപ്പൊ മാതൃഭൂമി തന്നെ അംബിക മാമും മാതൃഭൂമിയില് നമ്മുടെ പ്രയാഗ മാറ്റി ഇവര് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് പോയപ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ സാധനം തന്നെ അവർക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ടി വി ഷോയില് ടർബൻ കെട്ടി കയറിയതാണ് അവർക്ക്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ ഇതേപോലെ വേണം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കവർ പേജസിൽ ഒരു തീം ഉണ്ടാവും. അപ്രാവശ്യം എന്തോ ക്യാൻസർ ബേസ്ഡ് അങ്ങനെ എന്തോ ഒരു തീമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കെട്ടിക്കയറ്റൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഇട്ട് കയറ്റി. അവർക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ഇടണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇപ്പം നമ്മൾ ലാസ്റ്റ് കയറ്റിയത്. അപ്പം ആ മൂവീസിൽ ഇങ്ങനെ സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും പർട്ടിക്കുലർ മൂവിക്കൊക്കെ വേണ്ടിയിട്ട്? മൂവീസിൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു സോങ്ങിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞായിരുന്നു. കാരണം ഒരു ചെറിയൊരു സോങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് തന്നെ ഒരു 4 days നൈറ്റൊക്കെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി മൂവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എപ്പോഴും പറയും അവരുടെ മുടി വരെ കൊഴിഞ്ഞു പോയി. കാരണം അത്ര ടെൻഷനാണ്. ഓരോ ഷോട്ടും അതേപോലെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം. ഭയങ്കര ഇതിപ്പോ ഒരു ഡയറക്ടറിന്റെ ഒരു പ്രിഫറൻസിലായിരിക്കും നമ്മൾ ഐഡിയാസ് ചെയ്തത്, അതോ അവരൊരു സിറ്റുവേഷൻ പറയും നമ്മളേതായിട്ട് എടുക്കണം. അപ്പൊ അതിനേതായ ഒരുപാട് ഭയങ്കര സ്ട്രെസ്സാണ് മൂവി വർക്ക്. നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തൊരു വർക്ക് അവസാനം അവർക്ക് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവര് എനിക്കറിയില്ല. ഞാൻ ഇനി മൂവി തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്? ഇല്ല, മൂവിയിലേക്ക് കുറവാണ്. കാരണം ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും നല്ല ഓട്ടോ ഒക്കെ ഉള്ള പരിപാടിയാണ്. എനിക്ക് മാതൃഭൂമി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇഷ്ടം. മെയിൻ ആയിട്ട് ടിവി ഷോസ് മാതൃഭൂമി ഒക്കെയാണ് ഇഷ്ടം. അപ്പം ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ ലൈം ലൈറ്റ്സിലേക്കൊക്കെ എത്തി. അപ്പം എവിടെയെങ്കിലും സ്റ്റക്കപ്പ് ആയി നിന്നിട്ടുണ്ടോ? ഓക്കെ, ഇനി എന്തായിരിക്കും ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല എൻ്റെ ലൈഫ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച മേളിലാണ് ഇപ്പം ലൈഫ് പോകുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലൈഫിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിലൊക്കെ സക്സസ് മാത്രമല്ല ഫെയിലിയേഴ്സ് ഉണ്ടാവും. പക്ഷെ ഫെയിലിയേഴ്സ് ഒരിക്കലും നമ്മൾ പുറത്തേക്ക് കാണിക്കില്ലല്ലോ. നമുക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ടോവിന് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് തലങ്ങണി വെച്ച് കരഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടെന്ന്. അങ്ങനെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. നമ്മളത് പുറത്തേക്ക് ഒരിക്കലും കാണിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റക്കാവാതെ അവിടെ നിന്ന് എന്താ പറയുക എണീറ്റ് അടുത്ത പരിപാടി പക്ഷിനെ പോലെ അത് എല്ലാവർക്കും പെട്ടെന്ന് പറ്റണം എന്നില്ല. ബട്ട് അത് പറ്റാൻ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യണം എന്ന് എനിക്ക് എപ്പോഴും പറയാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട സമയത്ത് മീൻസ് ആരെങ്കിലും സപ്പോർട്ടീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതോ സെൽഫ് സ്വയമേ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മളൊരു വർക്ക് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടവർ തന്നെ നമ്മളെ ചിലപ്പോൾ ചില ടൈമിലൊക്കെ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഭയങ്കര മെന്റലി നമ്മൾ താഴെ പോകുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തം അങ്ങ് എണീറ്റ് വരാനല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ.
വന്നു കഴിയുമ്പോൾ പിന്നെ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് എന്തൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് ക്വിക്ക് റിക്കവറി നടത്തും എന്നെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി തന്നെയാണെങ്കിലും എൻ്റെ ഫാദറിന് വയ്യാതിരുന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. ആ ടൈമിലൊക്കെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മെൻ്റലി ആണെങ്കിലും വർക്കും എല്ലാം കൂടി ആയിട്ട് നമ്മൾ മെൻ്റൽ പ്രഷർ കൊണ്ട് വരുന്ന ഒരു ടൈമുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ റിക്കവറായി വന്നു. ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രസന്റ് ലാമിയയിൽ എത്തി നിൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരായിരിക്കും? ഫാമിലി നിന്നാണോ? ഫ്രണ്ട്സ്, ഫാമിലി. എന്നാലും നമുക്ക് ഒരു പേഴ്സണെ നമ്മുടെ ലൈഫിൽ കാണുള്ളൂ, അങ്ങനെ എപ്പോഴും നമുക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഫാമിലി എനിക്ക് സപ്പോർട്ടിങ് ആണ്. എപ്പോഴും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി തന്നെയാണ്. അവരില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇന്ന് കാണുന്ന പൊസിഷനിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ. എന്നാലൊരു വിഷമം വരുമ്പോൾ ഓടി ചെല്ലുന്ന ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ കാണുമല്ലോ ലൈഫിൽ? അത് വേണ്ട, കുത്തി കുത്തി ചോദിക്കാം. കിട്ടിയില്ല, ഒത്തില്ല ഒത്തില്ല ഒത്തില്ല. എന്റെ മൂട് പോയി, അത് പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ തന്നെയായിരിക്കും, കാരണം നമുക്കറിയാലോ. അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് കംഫോർട്ട് ചെയ്യുന്നത്. അവൻ വീട്ടിൽ നിന്ന് ഓടിക്കും. അപ്പൊ മാമിന്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ഫിറ്റ്നസ് കോൺഷ്യസ് ആണോ? ഫിറ്റ്നസ് കോൺഷ്യസ് ആണോന്ന് വെച്ചാൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ പറയുന്ന പോലെ മാവേലിനെ പോലെ പോവും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരു ടൈമിൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഈ വർക്ക് കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറയുന്നത് ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം കുറേ ബ്രേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ്? എന്നെ കണ്ടിട്ട് ഫുഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സ്പോട്ടുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അവിടെ പോയിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കുറച്ചേ കഴിക്കുള്ളൂ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ട്രൈ ഔട്ട് ചെയ്യാൻ പുതിയ ഐറ്റംസ്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഇപ്പൊ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ ട്രാവൽ ചെയ്തിട്ടില്ലേ? ദുബായിലൊക്കെ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതായിരുന്നു? അങ്ങനെയൊന്നുമില്ല, എനിക്ക് നമ്മളെ കടിക്കാത്ത എന്ത് സാധനമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും ഫുഡ് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടോ? വാങ്ങിയിട്ട് നല്ല നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്ലോപ്പ് ആയിട്ടുള്ള ഉണ്ട്. അത് എവിടുന്നായിരുന്നു? നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. കട പറയണ്ട. കുറെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ യൂട്യൂബിൽ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ പോയി കഴിക്കും. പക്ഷെ അതൊക്കെ ഫ്ലോപ്പ്. അപ്പൊ ഞാൻ ഓർക്കും, ഇവർ എന്തിനാ ഈ റിവ്യൂ ഒക്കെ എടുത്തിടാൻ പറ്റുന്ന പരിപാടിയാണ്. ഞാൻ എപ്പോഴും എനിക്കത് ആലോചിക്കാറുണ്ട്, എന്തിനാണ് പേയ്മെന്റ് കൊടുത്തിട്ടാണെങ്കിൽ പോലും അത് നല്ലതാണെങ്കിൽ നല്ലൊരു റിവ്യൂ ഇടൽ നല്ലതായിരിക്കും. ഈ കൊള്ളൂല്ലാത്ത സാധനം പോയിട്ട് നല്ല റിവ്യൂ ഇടുമ്പോൾ നമ്മളെ പോലുള്ളവർ അത് പോയി ഫുഡ് കഴിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറീസ് ഇടും ഫുഡ് സ്പോട്ടുകൾ. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ടേസ്റ്റ് തോന്നിയ സാധനങ്ങളായിരിക്കും ഞാൻ സ്റ്റോറീസ് ഇടാം. അത് കണ്ടിട്ട് കഴിക്കുന്നവരുണ്ട് ഫ്രണ്ട്സൊക്കെ പോയി. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, നീ സ്റ്റോറി ഇടുന്നില്ല? ഞാൻ പറഞ്ഞാൽ ഇടുന്നില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ സ്റ്റോറി ഇടുള്ളൂ. അത് കണ്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ റിവ്യൂസ് പറയുന്നവരെ ഫേക്കായിട്ട് ഇടാതെ ഭയങ്കര ജെന്യൂൻ ആയിട്ട് റിവ്യൂസ് ഇടുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. നമ്മളെ പോലെയുള്ളവർ ഇതൊക്കെ കാണുമ്പോൾ അവിടെ പോയി കഴിക്കുമ്പോഴായിരിക്കും അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ്. ഇൻസ്റ്റയുടെയൊക്കെ മാം തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതോ? ഞാൻ തന്നെയാണ്, വലിയ ഇതൊന്നും. അപ്പോൾ പുറത്തുപോയി ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന ആളാണ്. സെൽഫ് എങ്ങനെയാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ? സെൽഫ് കുക്കിംഗ് കുറച്ച് കുറവാണെങ്കിലും ചെയ്യാറുണ്ട്. ചായ ഉണ്ടാക്കും, പപ്പടം, അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം മാഗി ഉണ്ടാക്കും. യൂട്യൂബ് ഉണ്ടല്ലോ, അതുകൊണ്ടെല്ലാം ഞാനും. അതെങ്ങനെയുണ്ട്? എങ്ങനെ ഫ്ലോപ്പ് ആവാറാണോ പതിവ് അതോ അത്യാവശ്യം? ഇല്ല, നമുക്ക് സ്വന്തമായി പ്രിപ്പയർ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചായ ഇട്ടത് ചിക്കൻ കഫ്സ, അതെനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. ഏതെങ്കിലും ഫ്ലോപ്പ് ആയ ഫുഡോ? ഓ അബദ്ധമായിപ്പോയി, ഞാനത് ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ ഫ്ലോപ്പ് അങ്ങനെയില്ല? അത്യാവശ്യം യൂട്യൂബ് നോക്കി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്ന രീതിയിലാക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര വലിയ കുക്കിങ്ങിന്റെ ആളല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയ കുറച്ചൊരു ടൈം ആണെങ്കിൽ പോലും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാമിന് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്? ഐ തിങ്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും അല്ലേ? ഇന്റർവ്യൂ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എക്സ്പീരിയൻസ് ഒന്ന് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു കറന്റ്? എന്താ പറയാ, അയാൾ അടിപൊളിയാണ്. നമ്മൾ വേവ് ലെങ്ത് ആണെന്നോ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി ഒക്കെ ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് മാം എന്തായാലും ഒരു ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. അപ്പൊ ഇത് മാമിന്റെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ അല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്?
ഇയാളുടെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു പറയൂ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ ബിഹൈൻഡ് സീൻ ഒന്ന് പറഞ്ഞു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്മാർട്ടാണ്. എനിക്ക് നമ്മൾ എവിടെയാണെങ്കിലും നമ്മളൊരു കംഫർട്ട് സോൺ, ഞാൻ പറഞ്ഞില്ല കംഫർട്ട് സോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഇയാൾ എനിക്ക് കംഫർട്ട് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി നമുക്കൊരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ. അത് തന്നെ. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കും. അതുണ്ട് ഇവിടെ. നൈസ്. എനിവേ, മുന്നോട്ട് ഇനിയും നല്ല രീതിയിൽ പോട്ടെ. ഇനി വരുന്ന ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ കാണുന്ന കുട്ടികൾ കാണുമല്ലോ, ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആവണമെന്നൊക്കെ. സോ അവർക്ക് കൊടുക്കാനുള്ള ഒരു കുറച്ച് ടിപ്സ് ഒന്നുമില്ല, വരൂ, അടിപൊളിയാണ്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്താൽ ഹാർഡ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച് തന്നെ ചെയ്യണം എന്നുണ്ടോ? കാരണം ഫാഷൻ ഇൻഡസ്ട്രി നമുക്ക് അതിനുള്ള ടാലന്റും ഇതും ഉണ്ടെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ബേസ് വേണം. ഇപ്പം എന്തായാലും ഒരു വീട് കെട്ടണമെങ്കിൽ നമുക്ക് ബേസ് ഇല്ലാതെ മോളുഭാഗം മാത്രം കെട്ടിയാൽ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പറയുന്നത്. അപ്പം അത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബേസ് കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ലാമിയ മാം വളരെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേഷൻ ആണ്. സോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.